ഇനി നമുക്ക് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കിയാലോ. റവയും ഏത്തപ്പഴവും വെച്ച് ഒരു ഈസി ആയിട്ടൊരു ഹൽവ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിവിടെ ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാൻ പാനിലിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ടൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്കൊരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് റോസ്റ്റ് ആയി വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഇതിനായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച ബനാന ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തത് ആഡ് ചെയ്യുവാണ്. ഇത് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. 2 or 1 ഒക്കെ ആഡ് ചെയ്താൽ മതി. ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് പാലാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബദാമോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വൈകിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഹെൽത്തി റെസിപ്പി ആയാലും അല്ലെങ്കിൽ എന്ത് ഫുഡായാലും നമ്മൾ അതിൻ്റെ പോർഷൻ, അതായത് നമ്മളത് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് നമ്മൾ ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞ് ഒരുപാട് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാക്കി പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.